കടുത്ത വേനലാണ് പലയിടങ്ങളിലും വെള്ളമില്ല, കുടിവെള്ളം ലഭിക്കാത്ത ബുദ്ധിമുട്ടാണ്. ലഭിക്കുന്ന കുടിവെള്ളം അത് വില കൊടുത്തൊക്കെ വാങ്ങേണ്ടി വരുന്നു. ആ വില കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ അത് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്താകെ ആ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തും ആ ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. നിരവധിയായ അമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ തന്നെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാണ്. വെള്ളം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതെ ബുദ്ധിമുട്ടാ. എന്താ അവസ്ഥ വെള്ളത്തിൽ ഇവിടുത്തെ വെള്ളത്തിന്റെ? വെള്ളം വളരെ ബുദ്ധിമുട്ടാണ്. അഴുക്ക് വെള്ളവുമാ. പിന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. വിലയ്ക്ക് മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? വിലക്ക് മേടിക്കുകയാണോ ചെയ്യുന്നത്? മേടിക്കുന്നത് 750 രൂപയാണ് 2000 ലിറ്റർ വെള്ളത്തിന് നമ്മൾ കൊടുക്കണം. കൂടുതലാണ് അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണോ? പിന്നെ ഒത്തിരി പ്രാവശ്യങ്ങൾ ഇപ്പോൾ 3-4 പ്രാവശ്യങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ? നീ പറയുമ്പോ ആളുകളോടൊക്കെ പറയുമ്പോ എന്താ പറയുന്നത്? ഒരു വെള്ളത്തിന് അവർക്ക് കറണ്ട് ചാർജ് അതും ഇതൊക്കെ അടയ്ക്കണ്ടേ, അത് കാരണം അവർ വില കൂട്ടുന്ന വെള്ളത്തിന്. കൂടുതലാണ് ഇപ്പൊ എന്തായാലും വില കൂടുതലാണ്, ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ല. പറ്റത്തൂല്ലോ കുടിക്കാൻ. ഇല്ല, ഞാൻ കുടിവെള്ളം വാങ്ങിക്കണം, അല്ലാതില്ല. കിട്ടുന്നു എന്നിട്ട് കുടിക്കാനൊക്കെ വെള്ളത്തിന് എന്ത് ചെയ്യും? ഇത് വാങ്ങിക്കുന്നു, എല്ലാം മേടിക്കുന്നു. ആഴ്ച രണ്ടാഴ്ച കൂടുമ്പം മേടിക്കുന്നു. തികയോ ഈ വെള്ളം? ഓ തികയല്ല, ഞങ്ങള് പിന്നെ പരവധിയൊക്കെ ഓരോന്നും ഇങ്ങനെ സഹകരിച്ച് പോവുക. വില കൊടുക്കുമ്പോ ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൂടി കൊടുക്കാൻ. ഇത് കൂലിവേലക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് സഹകരിക്കാന് വേറെ വഴിയില്ലാത്തോണ്ടാണ്. ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊക്കെ വില ഉണ്ടായിരുന്നു? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇത് 600 രൂപ ആയിരുന്നു, ഇപ്പൊ 650 കൂടുന്നുണ്ട് അല്ലേ? കൂടുന്നുണ്ട്. പല സ്ഥലത്തും പല വിലയാണോ? വില വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, അപ്പം തന്നെ മറ്റുള്ള മുൻ മെമ്പർമാരൊക്കെ തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും? വെള്ളത്തിൻ്റെ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമമാണ്. കാരണം 1995 ഇവിടെ ഒരു മേജർ കുടിവെള്ള പദ്ധതി ഇപ്പോൾ 258 കോടി രൂപ മുതൽ കൊടുത്ത് ഏതാണ്ട് 5 വില്ലേജിനായിട്ടൊരു മേജർ കുടിവെള്ള പദ്ധതി വന്നു. അത് ഇവിടുത്തെ MLA ആയ ഡോക്ടർ N ജയരാജ്, അദ്ദേഹം ഭരണസമയത്തുള്ളപ്പോഴും പ്രതിപക്ഷത്തുള്ളപ്പോഴും ഒക്കെ ഇപ്പം 4 ടേണായിട്ട് ഇപ്പം MLA ആണ്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ നിയമപരമായി ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സാധാരണ കൂലിപ്പണിക്കാർ മാത്രം താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ പിന്നെ ഗ്രാമപ്രദേശമാണ്. ഏതാണ്ട് 120 കുടുംബത്തോളം താമസിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെ രൂക്ഷമാണ്. ഇപ്പം 500 ലിറ്റർ വെള്ളത്തിന് ഏതാണ്ട് 60 രൂപയും പ്രമാണിച്ചങ്ങനെ 2000 ലിറ്ററിന് 750 രൂപയാണ്. അപ്പോൾ കുടിവെള്ളക്ഷാമം കൂടി വരുന്നതുകൊണ്ട് കൂടുതൽ പൈസ ഈ വണ്ടിക്കാർ വെള്ളത്തിന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ മേജർ കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ട് പ്രതിഷേധം ഈ സമയത്ത് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടിവെള്ളക്ഷാമം ഞങ്ങളെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പിന്നെ വീഡിയോ കാണുന്ന എല്ലാ ജനപ്രതിനിധികളും ഇത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് മേജർ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ചേട്ടാ, ഇപ്പോൾ ഈ വെള്ളമൊക്കെ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ മേടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഞങ്ങൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അരി മേടിക്കാൻ പോലും മാർഗ്ഗമില്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വെള്ളം കാശ് കൊടുത്ത് മേടിക്കുക. എത്രയും വേഗം ഞങ്ങൾക്ക് കുടിവെള്ളം തരണമെന്ന് ഞങ്ങൾ വരുന്ന എല്ലാവരോടും പറയണം. ഇതിപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ ഈ വാങ്ങുന്ന കുടിവെള്ളത്തിന് മേടിക്കുന്ന വില? വെള്ളം പൈസ കൂടുതൽ വാങ്ങുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഈ മേജർ കുടിവെള്ള പദ്ധതി ഈ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. മാറുന്ന ഗവൺമെൻറ്റുകൾക്കും ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ഒരു ശുഷ്കാന്തിയുമില്ല. യാതൊരു തരത്തിൽ നടപ്പാക്കണമെന്നൊരു നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ടവരുടെ ഏറ്റവും കൂടുതൽ പാറക്കെട്ടുകളുള്ള സ്ഥലമാണ്. ഒരു കിണർ കുത്താനോ ഒരു കുഴൽക്കിണർ അടിക്കാനോ പറ്റാത്ത സാഹചര്യം. കുടിവെള്ളത്തിന് പറഞ്ഞാൽ ഇവിടെ 2000 ലിറ്റർ കുടിവെള്ളത്തിനൊക്കെ 700 രൂപ കൊടുക്കണം. 700 രൂപ കൊടുത്താണ് മേടിക്കുന്നത്. അതിൽ ഈ പ്രാവശ്യം വേനൽ കൂടുതലായതുകൊണ്ട് കുറേ പൈസയോടെ അവരുടെ കുഴപ്പമല്ല, അവർ ലഭ്യത കൂടുതലുണ്ട്, അവർക്കും വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതൽ പൈസ അവർ മേടിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് മാറി ഗവൺമെൻറ്റുകളോടാണ് പറയാനുള്ളത്. ഈ പദ്ധതി നടപ്പാക്കണമെന്ന് 20-25 വർഷത്തോളമായി മേജർ കുടിവെള്ള പദ്ധതിയുടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഈ 5 പഞ്ചായത്തുകൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യേണ്ട ഇതാണ്. 5 പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് ചെറുകുള പഞ്ചായത്ത് 2-3 പഞ്ചായത്തിൽ പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ട് ഇപ്പം തന്നെ 8-9 വർഷത്തോളമായി. പക്ഷേ ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒരു സർക്കാരും കാണാൻ ഇല്ലേ, ഭരണകർത്താക്കൾ കാണാൻ തയ്യാറല്ല. കണ്ടാൽ തന്നെയും അവരതിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നില്ല. വാർഡിൻ്റെ മെമ്പർ കൂടിയുണ്ട്. ഇപ്പോൾ ഇവർ ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് വെള്ളം ഇല്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ചൂട് കൂടുന്തോറും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു ആവശ്യമാണ് ഇത് ഇവിടേക്ക് കൂടി പദ്ധതി ഉൾപ്പെടുത്തുന്നത്. അതിൽ എന്താണെന്ന് തടസ്സമായി? തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ ആവശ്യങ്ങൾ ഏറ്റവും കാര്യമായിട്ടുള്ളതാണ്.
നമ്മൾ ഈ മേജർ കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു 15-20 വർഷത്തോളം കൂടി നമ്മളതിനെ നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യത്തിൽ നമ്മളും ഇതിൻ്റെ പുറകിൽ തന്നെ നിതാന്ത ജാഗ്രതയോടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പല സാങ്കേതിക പ്രശ്നങ്ങളുമാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ സംബന്ധിച്ചുള്ള മേജർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷൻ്റെ യോഗം പഞ്ചായത്തിൻ്റെ വിളിച്ചു കൂട്ടുകയുണ്ടായെങ്കിലും പക്ഷേ അവിടെ നമുക്ക് ഒരു PWD റോഡ് കട്ട് ചെയ്ത് അവിടെ പൈപ്പ് ഇടുന്ന സംബന്ധിച്ചുള്ള തർക്കം ഒരു വർഷമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇത്രയധികം തർക്കങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ തീർക്കുവാനായിട്ട് സർക്കാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ആരാണെങ്കിലും സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ജനപ്രതിനിധികൾ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു കോളനിയെ സംബന്ധിച്ചോളം ഇവിടെ ഏതാണ്ട് 120 വീട്ടുകാരുണ്ട്. ഇതുപോലെ നിരവധി കോളനികൾ ഉള്ള പ്രദേശങ്ങൾ കൂടിയതാണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ സമീപം തന്നെ ഒരു 8 കോളനികളോളം ഉണ്ട്. അവിടെ രൂക്ഷമായ ഒരു കുടിവെള്ള ക്ഷാമം തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കുന്നും പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് വെള്ളാർ പഞ്ചായത്ത്. ഈ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നാമമാത്രമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വെള്ളം കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിന് മേജർ പോർഷനുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല. പലയിടത്തും പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് വെള്ളം എത്തിക്കാനുള്ള നടപടികളിലേക്ക് ഒന്നും കടക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വലിയ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തോ ഈ പഞ്ചായത്തിൽ നിന്നാണ് അതിന്റെ സ്ഥലം വിട്ടുകൊടുക്കുകയും പഞ്ചായത്തിലാണ് ആ കുടിവെള്ള പദ്ധതി ഉൾപ്പെടുന്നത്. ആ പഞ്ചായത്തിൽ പോലും കൃത്യമായി കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വലിയ വില കൊടുത്ത വെള്ളം വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും വേനൽക്കാലത്ത് പലയിടങ്ങളിലും കൂടുതൽ വില ഈടാക്കുകയും ചെയ്യുന്നുണ്ട് ഇടനിലക്കാരെന്ന കാര്യം കൂടി ജനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിട്ടുകൊടുത്ത സ്ഥലത്തുള്ള ഭൂമിയിൽ അവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകുന്നു. പക്ഷേ കുടിക്കാൻ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചൂട് കൂടുന്തോറും വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പിന്നെയും കൂടുതൽ കാര്യങ്ങളിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, റിപ്പോർട്ടർ കോട്ടയം.